അപ്പോഴേ ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യലാണ് ഉണക്കക്കപ്പ വേവിച്ചതും നല്ല കോഴിയിറച്ചി. ഇന്നത്തെ ഈ കോഴിയിറച്ചി ഉണ്ടല്ലോ ഒരു സ്പെഷ്യലാണ് കേട്ടോ. കാരണം വെച്ചാൽ ഒരു സ്പെഷ്യൽ രീതി ഞാൻ ഉണ്ടാക്കിയ കോഴിയിറച്ചിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നല്ല അടിപൊളി കോഴിയിറച്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേണ്ട ഇന്നത്തെ കോഴിയിറച്ചി നല്ല നല്ല ടേസ്റ്റ്, അപാര നല്ല ചൂടാട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്നും എല്ലാവരുടെ അഭിപ്രായം ഒന്ന് പറയണം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ നമ്മുടെ ചിക്കൻ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് ഒരു വട്ടം ഉപ്പ് ഇട്ട് കഴുകി ഒരു വട്ടം വിനാഗിരിയും കൂടി ഉപയോഗിച്ച് കഴുകി എടുത്ത് നമ്മുടെ ചിക്കനാണ് കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ പാത്രത്തിലോട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ നമുക്ക് എല്ലാ മസാലയും ചേർത്ത് നമുക്ക് പുരട്ടി വെക്കണം. അത് നമ്മുടെ പാത്രം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ പാത്രം നമുക്ക് ഇളക്കി വലിയ പാടാണ്. ഇനി നമ്മുടെ വേണ്ട മസാലയൊക്കെ ചേർക്കേണ്ടത്. ഇത് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. ഇത് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്. ഇത് 1 സ്പൂണ് നമ്മുടെ ചിക്കൻ മസാലയാണ്. ഇത് 1 സ്പൂണ് മല്ലിപ്പൊടി. ഇനി നമ്മൾ ചേർക്കാനുള്ളത് നമ്മുടെ വേണ്ട ഇഞ്ചി. 1 സ്പൂണ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അരച്ചതാണ്. പിന്നെ ഇത് ഒരു 1/2 സ്പൂണോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അരച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വേണ്ട ഞാൻ ഒരു 2 തക്കാളിപ്പഴം അരച്ച് വെച്ചതാണ്. അതിന് നമുക്ക് വേണ്ട സോസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ശകലം ഉപ്പുനീരാണ് ഞാൻ, കാരണം ഞാൻ എല്ലാത്തിനും ഉപ്പുകല്ല് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപ്പ് പൊടി ഇല്ല. അതുകൊണ്ട് ഞാനിത് ഒരല്പം ഉപ്പുനീര്, ഒത്തിരി ഉപ്പുനീര് വേണ്ട, കാരണം നമ്മൾ കറി ഇനി വെക്കുമ്പോൾ ഉപ്പിടുന്നതുകൊണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വെക്കണം. ഈ ചിക്കന് ഈ മസാലയെല്ലാം നമ്മുടെ ഈ ചിക്കന്റെ അകത്തെല്ലാം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ കറി വെക്കുന്നുള്ളൂ കേട്ടോ. നല്ലപോലെ പിടിച്ച് ഇതിവിടെ പിടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളി സബോളയെല്ലാം നമുക്ക് അരിഞ്ഞൊക്കെ എടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചിക്കൻ കറിക്ക് വഴറ്റാനായിട്ട് ഞാൻ തന്നെ തവ വെച്ചിട്ടുണ്ട്. ഈ തവയില് നമ്മുടെ മികായലിന് ഒരു 2 കഷ്ണം ചിക്കൻ വറക്കാൻ വേണ്ടി എടുത്ത തവയാണ്. അതിന്റെ എണ്ണയാണ് കേട്ടോ. നമുക്ക് അതിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തവ കഴുകിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ അതിന് ആവശ്യമുള്ള വേണ്ട എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യല് ഉണക്കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട ഉണക്കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വേണ്ട എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അളയൊന്നുമില്ല കടുകിന് കേട്ടോ. എണ്ണ ഒരല്പം കൂടുതലൊക്കെയാണ് നമ്മുടെ കടുക് പൊട്ട ഇച്ചിരി താമസം വരും. ഇച്ചിരി എണ്ണയുള്ളതില് കടുക് പെട്ടെന്ന് ചറവറാന്ന് പൊട്ടും. നമുക്ക് ആദ്യം നമ്മുടെ വേണ്ട ഒരു മുറി തേങ്ങയുടെ കൊത്താണ്. നമുക്ക് ആദ്യം നമ്മുടെ തേങ്ങാക്കൊത്തെടുത്ത് ഇടാം. ഞാൻ ഇത്രയും നീളത്തിലൊക്കെയാണ് തേങ്ങാക്കൊത്ത്, കാരണം ഇറച്ചിക്കൊക്കെ ഇച്ചിരി നീളം വേണം തേങ്ങാക്കൊത്തിന്. കുഞ്ഞായിട്ടൊക്കെ ഇട്ടാലേ അതൊരു സുമാറില്ല. ഇറച്ചിയൊക്കെ വെക്കുന്നത് ഇതേപോലെയൊക്കെ നല്ല നീളത്തിലുള്ള തേങ്ങാക്കൊത്ത് വേണം. നമ്മുടെ തേങ്ങാക്കൊത്ത് ഞാന് സബോള ഇടുകയാണ്. ഇത് ഞാന് ഒരു പകുതി ഉള്ളിയും ഉണ്ട്, പകുതി സബോളയും കൂടിയാണ്. 2 സബോളയാണ് കേട്ടോ. ബാക്കി ഒരു 100 ഗ്രാമോളം അടുത്തൊരു ഉള്ളിയുണ്ട്. 2ഉം കൂടി മിക്സ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ചിക്കൻ വരട്ടി വെച്ച മസാലകളെല്ലാം തന്നെ ഇതിനും വേണം.
ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിടാം. ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാണ് നമ്മൾ ചിക്കൻ വെച്ചത്. ഒരു 1/2 സ്പൂൺ കൂടെ വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. പിന്നെ അതുപോലെ തന്നെ വേണ്ട ഒരു 1/2 സ്പൂണ് ഇഞ്ചി കൂടെ. അപ്പൊ നമ്മള് നമ്മുടെ വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി സബോളയൊക്കെ വഴന്ന് വരുന്നുണ്ട്. ഇത് ഞാൻ ഒരു വലിയ തക്കാളിപ്പഴം വേണ്ട ചെറുതായിട്ട് അരിഞ്ഞാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണ്ട നമ്മുടെ തക്കാളിപ്പഴവും ഉള്ളി സബോള തേങ്ങ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണ്ട ഞാൻ ഇത് 1 സ്പൂണ് മുളക് പൊടിയാണ്. ഇത് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ഒരു വലിയ സ്പൂണിന് ചിക്കൻ മസാലയാണ്. ഇത് 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിന്റെ പച്ചച്ചോറൊക്കെ നമുക്ക് മാറ്റി ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാൻ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി വെക്കാനായിട്ടുള്ള വേണ്ട പാത്രം വെച്ചിട്ടുണ്ട്. ഇത് കണ്ട നമ്മുടെ ചിക്കൻ നല്ലപോലെ പുരട്ടി വന്ന ചിക്കൻ ഇപ്പൊ 15 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുടഞ്ഞിട്ട് കൊടുക്കാം. നല്ലപോലെ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മള് എടുത്തു വെച്ച നമ്മുടെ വേണ്ട ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ഞാന് ചിക്കൻ വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇനി മസാലയെല്ലാം നമുക്കൊന്നുകൂടി ഒന്ന് ചേർത്ത് ഇപ്പൊ നല്ലപോലെ മസാല ആയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് നമ്മൾ ആദ്യമേ മസാല പുരട്ടി വെച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ചിക്കനകത്ത് വെള്ളം അങ്ങോട്ട് ഇറങ്ങും, അതുകൊണ്ടാണ് ഞാൻ അത്രയും വെള്ളത്തിൽ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ പുരട്ടാൻ നേരത്തെ ഉപ്പുനീര് ഒഴിച്ചായിരുന്നല്ലോ വെച്ചത്, അതുകൊണ്ട് ഞാനിപ്പോ ഒരല്പം ഉപ്പ് കല്ല് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പോരെങ്കിൽ ചേർത്ത് കൊടുക്കാതെ. നമുക്ക് അടച്ചു വെച്ച് നമുക്ക് ചിക്കൻ വേവിക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കറി നല്ല വേണ്ട പരുവത്തിലായിട്ടുണ്ട്. ഇതിപ്പോ കപ്പയ്ക്കായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഗ്രേവി ആക്കി എടുക്കുവാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചിക്കൻ കറി വെച്ചൊന്ന് നോക്കണം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു വെറൈറ്റി രീതിയാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് കൂടിയൊക്കെ നിങ്ങളുടെ കമൻറ്റൊക്കെ ഇങ്ങോട്ടൊന്ന് പോരട്ടെ. കമൻ്റൊന്നും പോരുന്നില്ല, കമൻറ്റൊക്കെ ഇങ്ങോട്ടൊന്ന് പോരട്ടെ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് കാണണേ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം, ഒന്ന് ഷെയർ കൂടിയൊക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരാം. ബൈ.